ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐശ്വര്യമായിട്ട് ദോശ ചുട്ട് തുടങ്ങുകയാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അല്ല, ഇന്ന് വീട്ടിൽ ഞാനും നിഖിൽചേട്ടനും മാത്രമേ ഉള്ളൂ. അഞ്ജു നിതീഷേട്ടനും ഒന്നുമില്ല. അമ്മയാണെങ്കിൽ പൊണ്ടമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് അങ്ങോട്ട് പോയിരിക്കാം കേട്ടോ. ഇന്നലെ പോയതാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസമാണ് ഇന്ന് എന്താ പറയുക നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സഹായിക്കുന്ന ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശ ചുടാമെന്ന് വിചാരിച്ചു. ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ഗോതമ്പ് ദോശയുടെ കൂടെ അത് പൊക്കോളും, നല്ല രീതിയിൽ അങ്ങോട്ട് പൊക്കോളും. ഇന്നും അടിപൊളിയായിട്ടൊരു മഴ ദിവസമായിട്ട് ഇപ്പോൾ തന്നെ ഒരു അടിപൊളി മഴ പെയ്ത് തോർന്നിരിക്കുന്നുള്ളൂ. 2 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ തുറക്കും. ചിലപ്പോൾ നീട്ടി വെക്കട്ടെ. ഒരു പിള്ളേർക്കൊക്കെ ഒന്നുകൂടി സന്തോഷമായിരിക്കും. കാരണം 2 ദിവസം കിട്ടിയാൽ ഒന്നുകൂടി നടിച്ചു പൊളിക്കാറുള്ളൊരു സംഭവം. അപ്പം ഞാൻ ദോശ ചുട്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പം എൻ്റെ താഴെ 2 പേര് വന്നിട്ടുണ്ട്. അല്ലുക്കുട്ടനും അമ്മ എടുക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നുള്ളൂ. അതിൻ്റെതായ കുട്ടി വാശിയിലാണ് 2 പേരും. ഞാൻ തന്നെ എടുക്കുകയും വേണം. എന്തുട്ട് വേണ്ടത്? വേണ്ടേ? അപ്പൊ ഗൈസ്, ഇവിടെ നിന്ന് ഞാനും മിനി ചേച്ചിയും ഗൈസ് നല്ല രീതിയിൽ എൻ്റെ കൈ പൊള്ളിയതാണ്. ഞാൻ എന്തെങ്കിലും ചൂടാക്കിയിട്ട് വേറെ ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ ചെന്നത് പിടിച്ചു, നന്നായിട്ട് വിരലിൻ്റെ അവിടെ പൊള്ളിയിട്ട് പൊളച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവരും കഴിക്കേണ്ട ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മാങ്ങൂടിയും ബാക്കിയുണ്ട്. അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചുട്ടയ്ക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ലേറ്റും. അപ്പോൾ 2 പേർക്കും കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഫോൺ വെച്ച് കൊടുക്കും. കാരണം ഇപ്പോൾ വേറെ നിവർത്തില്ല, പുറത്തേക്കൊന്നും ഇറക്കാൻ പറ്റില്ല, നല്ല മഴയൊക്കെ ആയതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ പൈപ്പിൻ്റെ ചോട്ടിൽ വണ്ടിയൊക്കെ ഓടിപ്പിച്ചിട്ടൊക്കെ ആയാലും പിന്നാലെ അവിടെ കൊടുത്തിരുന്നു. ഇപ്പോൾ ഒട്ടും പറ്റില്ല. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ ഉള്ളിൽ പോകണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ കൊടുക്കുന്നുണ്ടാവും. വലിയൊരു പോളിംഗ് ഇല്ല. ചിക്കൻ കറി ആയിട്ടും ഒരു സുഖമില്ലാത്ത പോലെയാണ് കഴിപ്പൊക്കെ. ഇവർക്കുണ്ടല്ലോ ഓരോ സീസൺ വൈസാണ്. ചേട്ടൻ നന്നായിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അനിയൻ ഒട്ടും കഴിക്കില്ല. അനിയനൊന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനും കഴിക്കില്ല. അങ്ങനെയാണ്. അതായത് എനിക്ക് 2 പേർക്കും ഒരുമിച്ച് വയർ നിറച്ച് ഒന്ന് കൊടുക്കാനുള്ള ഭാഗ്യം പിന്നെ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു നിഖിൽ ചേട്ടനോട് ഫുഡ് എടുക്കുമ്പോൾ എനിക്കും കൂടി എടുത്തോ, എനിക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവരെ വെളിച്ചെണ്ണ തേക്കണം കുളിപ്പിക്കണമൊക്കെ ആയിട്ട് വരുമ്പോൾ ഇനി ഞാൻ ലേറ്റ് ആവില്ല. അപ്പോൾ എനിക്ക് ചേട്ടൻ അപ്പോൾ ഫുഡ് എടുത്തപ്പോൾ എനിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ചായ നമ്മൾ ഇതേപോലെ തിളപ്പിച്ച് വയ്ക്കും. പാൽ ചായ ആയാലും കട്ടൻ ചായ ഞങ്ങൾ ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കും. പാൽ ചായ ഇതേപോലെ ആ സ്റ്റീലിൻ്റെ പാത്രത്തിൽ തിളപ്പിച്ച് വയ്ക്കും. അതായത് നമ്മൾ അറിയാതെ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ 10 പേരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചായ തിളപ്പിച്ച് കൊടുക്കാൻ അത് എളുപ്പമല്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് ചൂടാക്കിയേ വേണ്ടുള്ളൂ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ പിന്നെന്താ, അപ്പം എനിക്ക് തോന്നുന്നു ഇതുവരെയായിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങൾ മാത്രമായിട്ട്, അച്ഛനും അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ 2 ആളും മാത്രമേ ഉള്ളൂ. ഒരു കണക്കിന് നോക്കുമ്പോൾ ഭയങ്കര ഷോക്കാണ്. നമ്മുടെ ചായ കുടിക്കൽ പരിപാടി അവസാനിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഇനി അവരെ കുളിപ്പിക്കണം, വെളിച്ചെണ്ണ വയ്ക്കണം. ഇപ്പം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തെറ്റിക്കാൻ നിൽക്കില്ല, വേഗം കയറോട് കുളിപ്പിക്കും. കുറച്ച് നേരത്തെയൊക്കെ ചായയൊക്കെ കഴിയുകയാണെങ്കിൽ വെളിച്ചെണ്ണൊക്കെ തേച്ച് ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറിനാണ് നിർത്തിയിട്ടായിട്ടാ നമ്മൾ കുളിപ്പിക്കാൻ എടുക്കാം. വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒന്നും വെള്ളക്കെട്ടില്ലേ, പക്ഷെ നമ്മുടെ വീട്ടിലും അതേപോലെ തന്നെ അഞ്ജുൻ്റെ അവിടെയൊക്കെ അഞ്ജുൻ്റെ അവിടെ ഭയങ്കര വെള്ളക്കെട്ടാണ്. 4 സൈഡ് ഇങ്ങനെ നമ്മൾ തുഴഞ്ഞു പോകണം. വീട്ടിലേക്ക് എത്താനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലായിടത്തും വെള്ളം കയറിയിട്ട് നമ്മൾ കാർ എടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇരിച്ചാലും പറയും കാർ ഓഫ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളക്കെട്ടിൽ വെച്ചിട്ട് ഓൺ ആവില്ല. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇന്നലെ അഞ്ജുനെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയപ്പോൾ നമ്മുടെ നമ്പർ പ്ലേറ്റ് എവിടെയോ ഒഴുകി പോയിട്ടുണ്ട്. ഇപ്പം മൊട്ടടിച്ച തല പോലെ ഉണ്ട് നമ്മുടെ കുഞ്ഞിക്കാർ കാണാൻ വേണ്ടിയിട്ട്. ഇവർ തമ്മിലുള്ള തല്ലൂട്ടം ഡേ ബൈ ഡേ കൂടി വരാട്ടെ. ഇപ്പോൾ ഇതേ അല്ലൂസ് ചെന്നിട്ട് അതിനെക്കൂട്ടനെ ഞോണ്ടിയിട്ടുണ്ട്, നല്ല രീതിക്ക് മാന്തിയിട്ടുണ്ട്. അപ്പോൾ അവന് ആണെങ്കിൽ തിരിച്ചു കൊടുക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അതിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്നിരിക്കുകയാണ് കേട്ടോ. കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിനക്ക് അച്ഛൻ കൊടുക്കട്ടെ. അച്ഛനെ കടിച്ചോ സങ്കടായിടാ.
കക്കരമോനെ പോട്ടെ പോട്ടെ അച്ഛനെ പൊന്നല്ലേ അച്ഛനെ കടിച്ചു അല്ലു കടിച്ചു അനെ കടിച്ചു വിട് വിടറാ അനെ കടിച്ചടാ അനെ കടിച്ചു അല്ലു അനെ കടിച്ചു ശരിക്കും കടിച്ചു രണ്ടുപേരും ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല. വെറുതെ ഒന്ന് ഞോണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വ്ളോഗിൽ, ചെന്നിട്ട് അതേപോലെ ഒന്ന് ഞോണ്ടണം. വെറുതെ ഒന്ന് ഊതി പോയിട്ടുണ്ടെങ്കിലും ചെന്നൊന്ന് ഊതിടും. അതേപോലത്തെ ഒരു ഈഗോ ആണ് അവിടെ. അപ്പോൾ ചേച്ചി നാളികേരം ചെരിക്കൊണ്ടിരിക്കുമ്പോൾ അയിനൂസ് ചെന്നിട്ട് ഇതേപോലെ ഇരിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് നാളികേരം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ഡ്രസ്സിങ് ചെയ്യിപ്പിച്ചുള്ളത് നമ്മുടെ നിഖിൽ ചേട്ടനാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് അമ്മാതിരി ട്രൗസറിൻ്റെ ഉള്ളിലേക്ക് ടോപ്പൊക്കെ തള്ളി വെച്ചിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കായിരുന്നു കേട്ടോ. മഴക്കാലമാണ്. ഒന്ന് പുറത്ത് പോയിട്ട് കയറുമ്പോഴേക്കും എന്താ പറയുക, കാലിൻ്റെ അടിയിൽ ഒരു ചാക്ക് മണ്ണുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇവരുടേതായ സാധനങ്ങൾ പിച്ച് ചീന്തിയിട്ടുണ്ടും ഫുഡ് കൊടുത്തിട്ടൊക്കെ ആയിട്ട് വേസ്റ്റുകളുണ്ടാവും. പിന്നെ കുറേ ഈച്ചകൾ വന്നിരിക്കുന്നുണ്ട്. ചൂട് കാലത്ത് ഇത്ര ഈച്ചകൾ ഉണ്ടാവില്ല, പക്ഷെ മഴക്കാലം ആകുമ്പോഴാണ് ഈച്ചയും ഉറുമ്പിൻ്റെ ഒക്കെ ഒരു കൊള്ള. വീടിൻ്റെ ഉള്ളിൽ മറ്റേ വാതിലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഉറുമ്പുകൾ ഇങ്ങനെ കുത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. കുറച്ചും കൂടെ ഉള്ളൂ അച്ഛൻ്റെ പെങ്ങളെ വീട്. അതായത് ഞങ്ങൾ പൊണ്ണമായെന്ന് വിളിക്കുന്ന അമ്മയുടെ വീട്. അപ്പോൾ അമ്മ അവിടെ പോയി തലേദിവസം പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ പോയിട്ട് വരും, അങ്ങനെയാണ്. അപ്പം അച്ഛൻ പോയിട്ട് വന്നപ്പോൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, മീനിൻ്റെ പേര് ഞാൻ മറന്നു, എന്തോ ഒരു പേര്. അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു, ഈ ടേബിളും അതേപോലെ തന്നെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒത്തിരി പേരുണ്ട് നമ്മുടെ വീട്ടിൽ, പിള്ളേരും ഉണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഒരു ഡേയിൽ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. പക്ഷേങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ പഴയതുപോലെ ആയിട്ടുണ്ടാവും, സ്വാഭാവികം. പിന്നെ വെച്ച സാധനങ്ങൾ ഇരിക്കും. അതായത് നമ്മൾ എടുത്ത സാധനം അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. പക്ഷെ എപ്പോഴും അത് പോസിബിൾ അല്ല, അറിയാമല്ലോ. നമ്മളൊരു വീടാകുമ്പോൾ നമുക്ക് പക്ക അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കുറേ പിള്ളേരും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് മെസ്സിയാവും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്നും രാവിലെ നല്ല വൃത്തിയായിട്ട് തന്നെ വെക്കും കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ അലങ്കോലമായിട്ടുണ്ടായിരിക്കും. ചേട്ടനാണെങ്കിൽ റെഡി ആയിട്ട് എന്തോ സ്കൂളിലേക്ക് പോകാനോ ഒക്കെ നിൽക്കായിരുന്നു. ഞാൻ ഇവരെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നിന്നതാണ്. ഇതൊന്ന് ചെയ്ത്, കാരണം രാവിലെ തന്നെ ആരെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ മോശമല്ല ഒരു സംഭവം ഉണ്ടല്ലോ. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു തന്നിട്ടുള്ളത് ഇവിടുത്തെ അമ്മയും ഇതേപോലെ തന്നെ നിഖിൽച്ചേട്ടനാട്ടോ. അവരാണ് വൃത്തിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് അമ്മേനേക്കാളും കൂടുതൽ എനിക്ക് ഈ നിഖിൽച്ചേട്ടനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇതങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഞാനായാലും അഞ്ചായാലും മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ ചിലതൊക്കെ നമുക്ക് ചില ടൈമിൽ നമ്മുടേതായ ജോലി സംബന്ധമായിട്ടും പിള്ളേർക്കൊക്കെ ആയിട്ടും ചിലതൊന്നും നടക്കാറില്ല അങ്ങോട്ട്. വെരി ഗുഡ് ബൈ. ചേച്ചിന് പാപ്പവും അയിനിക്ക് ചാറ്റ പോറ്റാ, ചാറ്റിന് ഉള്ളി പോക്കോ. വലിയച്ഛൻ പോയത് കണ്ടിട്ട് രണ്ടുപേർക്കും വിഷമമായിട്ടാണ്. ചേട്ടനെ അതിലേനൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയച്ഛനെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഞാനപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുമ്പോഴേക്കും ചേച്ചി മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നല്ല, കാലത്തെ ദോശ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വേഗം പാല് കൊടുക്കാം. പാലും കുപ്പി കഴുകട്ടെ. കാലത്ത് പാല് കുടിച്ചിട്ട് കഴുകിയിട്ടില്ല കേട്ടോ. ഒന്ന് കഴുകി ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് ഇടട്ടെ, ബോട്ടിലൊക്കെ ഒന്ന് തിളപ്പിക്കട്ടെ. നമ്മുടെ വീട്ടിൽ കാശുക്കുട്ടൻ്റെ പാൽപ്പാട ഭയങ്കര ഇഷ്ടമായിട്ടോ. അവൻ കഴിച്ചോളും ബോട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതേ സ്ഥാനത്ത് അല്ലുവിന് അങ്ങനെ കിട്ടണമെങ്കിൽ അല്ലു കുടിച്ച പാലും അതിന് മുന്നേ കഴിച്ച സാധനങ്ങളൊക്കെ ഛർദ്ദിച്ചു വയ്ക്കുക. ചെക്കന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അയിനൂസിന് ഇഷ്ടമല്ല. പക്ഷെ അവൻ നാക്കിൽ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എടുത്തത് കളയും. അമ്മ ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീച്ച തന്നെ കാണിച്ചു. പക്ഷെ അല്ലു അങ്ങനെയല്ല, അല്ലു ഫുള്ളായിട്ട് അത് അങ്ങോട്ട് ഛർദ്ദിച്ച് കളയും. കുറച്ച് ചോറ് തിളപ്പിച്ച് ഊറ്റാനുണ്ടായിരുന്നു, അത് ഊറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മീനുണ്ട്, അത് കറി വെക്കണം, 2 കഷ്ണം വറുക്കണം. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇവരാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ പാലും കൂടിയും കുടിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ TV എന്തെങ്കിലും വെച്ചിട്ടുണ്ട് ഇവർക്ക് കാണാൻ വേണ്ടിയിട്ട്. നിഖിൽച്ചേട്ടൻ കുളിച്ചിട്ടില്ലേ, ഞാനും കുളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ തലയിൽ എണ്ണയൊക്കെ തേക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായി ഞാനിപ്പോൾ എന്നും എണ്ണ ഇടാറില്ല കേട്ടോ. പറ്റുന്ന ദിവസങ്ങളിൽ മാത്രമേ എണ്ണ ഇടാറുള്ളൂ. അതേപോലെ ഒന്നരാടം തലകുളിയൊക്കെ ഉള്ളൂ. എന്നും നമുക്ക് തലകുളി
കാണിക്കുന്നില്ല. പക്ഷെ ആദ്യം ഇവരുണ്ടാകുന്നേക്കാളും മുന്നുണ്ടല്ലോ ഗൈസ്, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ മുടിക്ക് കുറച്ച് നീട്ടം വെച്ചത്. അതെനിക്കറിയാം. ഇവിടെ വന്ന് എന്നും വെളിച്ചെണ്ണ തേക്കലും തലകുളിക്കലും ഒക്കെയാണ്. എനിക്ക് അമ്മ ചീത്ത പറയും, അച്ഛനമ്മ എന്നും ചീത്ത പറയും. ഇപ്പോഴേ പിന്നെ ഈ പറഞ്ഞ പോലെ കുളിക്കുന്നത് ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും, അപ്പോൾ ചിലപ്പോൾ തല കുളിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒന്നരാട കുളിയാണ് തല. ഞാനാണെങ്കിൽ എനിക്ക് സെൽഫ് കെയറിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് മടിച്ചു കേട്ടോ. സ്കിന്നായാലും അതേപോലെ തന്നെ ഹെയർ ആയാലും ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് മടിയുള്ളത്. ഞാൻ ചെയ്യാറുണ്ട്, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായി മുടി വളരും, സ്കിൻ നന്നാവും. ഈ പറഞ്ഞ പോലെ ചിലരൊക്കെ ഭയങ്കരമായിട്ട് അതിന് പാഷനായിരിക്കും, ഡെഡിക്കേറ്റഡ് ആയിരിക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്. ഞാനങ്ങനെയല്ല, ചില കാര്യങ്ങൾ ഇച്ചിരി മടിയാണ്. ആരെങ്കിലും ചെയ്തു തന്നാൽ ഓക്കെ. എൻ്റെ കാര്യങ്ങളിൽ ആരെങ്കിലും എന്താ പറയുക കുറച്ച് ഇമ്പോർട്ടൻസ് പഞ്ചായാലും തലയിൽ വിളിച്ചിനൊക്കെ തേച്ച് ഓക്കെ, ഞാൻ ഇരുന്ന് കൊടുക്കുക. ആ സമയം ഞാൻ അതിനു വേണ്ടി കണ്ടെത്തും. അതല്ലാതെ ഞാൻ സ്വന്തമായിട്ട് തലയിലേക്ക് ഇവരാരെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ എന്തായാലും പോയി ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ. ഇതിപ്പോൾ നിഖിൽ ചേട്ടൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയതാണ്. എന്തായാലും ഇന്ന് വെളിച്ചെണ്ണ കഴിച്ച് നിറച്ച് വെളിച്ചെണ്ണ കഴിച്ചിട്ട് കുറച്ച് നേരം തലയിൽ പിടിച്ചിട്ട് നീ ഷാമ്പിട്ട് കളഞ്ഞോ, ഷാമ്പിട്ട് കളയാതിരിക്കേണ്ട, നിനക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഷാമ്പിട്ട് കളഞ്ഞോളാനൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് നിഖിൽ ചേട്ടൻ പറഞ്ഞു നിൽക്കിയിരിക്കും, ഞാൻ തേച്ചുതരാമെന്ന് പറഞ്ഞു. കുറച്ച് സന്തോഷമായിക്കോട്ടെ. എനിക്ക് കുറേ നേരം മസാജ് നന്നായിട്ട് എന്താ പറയുക അങ്ങനെ മാതിയൊക്കെ തന്നതാണ്. എൻ്റെ തലയിൽ പാനില്ല, പക്ഷെ ചെറുതായിട്ട് താരൻ്റെ പൊടിയുണ്ട്. അമ്മച്ചനും താഴണ്ട. Ready? Ready? അതിന്റെ ഫേസ് കാണിച്ചോ. ഇവർക്ക് അച്ഛനുണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛൻ മാത്രം മതി. അമ്മയെ വിളി ഭയങ്കര കുറവായിരിക്കും. കാരണം അമ്മ അതിൻ്റെ ലെവലിലാണ് കളിപ്പിക്കുക. ഞാൻ തന്നെ വിചാരിക്കും ഇത്രയും വലിയ മുത്തം മനുഷ്യൻ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ വിചാരിക്കും ഇതെങ്ങനെയാണ് സാധിക്കുന്നത്. അപ്പോൾ പറയും ഒരച്ഛനായാലടി, അച്ഛനായാലും ഇങ്ങനെയാണ്, ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എന്നിലെ എന്താ പറയുക അച്ഛൻ അല്ലെങ്കിൽ എന്നിലെ ഒരു ചെറിയൊരു കുട്ടി അവരൊപ്പം കളിക്കുന്നു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ പുതിയ ഷോർട്സിലും ഒക്കെ അബിയും അഗീതയും വന്നിട്ടുണ്ടായിരുന്നു. അവർ കുറേ നേരമായി എത്തിയിട്ട്, അവർ ഫുഡ് അടിച്ചിട്ടായിട്ട് അവർ വന്നത്. അപ്പോൾ കുറേ നേരം സംസാരിച്ചൊരു 3:30 പോയത്. അപ്പം പൈനുക്കുട്ടനെ പാലൊക്കെ ചൂടാക്കിയിട്ടുണ്ട്, അത് ബോട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. അല്ലൂഷി നല്ല ഉറക്കത്തിലാണ്. നോ പറയില്ലേ, പൂവാ. അമ്മയ്ക്കൊരു പൂ പൊട്ടിച്ച് അവിടെ നിന്ന് വെച്ചെന്ന്, ഒരു പൂ പൊട്ടിച്ച് വെച്ചെന്ന് അമ്മയ്ക്ക് അവിടെ നിന്ന്. ഇവിടുന്ന് ഈ പൂ പൊട്ടിച്ച് വെച്ചെന്ന്. ഈ പൂ പൊട്ടിച്ചോ, പൂ പൊട്ടിക്കേടാ പൂവ്. വെള്ളം വന്നു, വെള്ളം പൊട്ടിക്ക്. പൊട്ടിക്ക്. എൻ്റെ അമ്മയുടെ ചെവിയിൽ വെച്ച, അയ്യോ സോറി, മുടിമ വെച്ച പ്ലീസ്. അയ്യോ താങ്ക് യു. താഴ്ത്തു പോയാ പോറ്റി. അപ്പം അടുത്തത് നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. മഴ ശരിക്കും പറഞ്ഞിട്ടും അമ്മ വാച്ചരാട്ടാ. അയിന പൊട്ടിക്കുന്നു. അയിന വെച്ച അമ്മക്ക്. പോറ്റേനെ അയിനെ പിടിച്ച് പുറത്തേക്കുമ്പോഴായിട്ട് കൊറിയർ വന്നത്. ടോപ്പുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് വന്നത്. ഇനിയിപ്പോൾ എന്താ, ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ചായ വെക്കണം, കുടിക്കണം സംഭവങ്ങളൊക്കെയാണ്. നിഖിൽ ചേട്ടൻ ഒരു പാൻറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായിട്ട് വന്നത്. അപ്പം ഞാൻ ഐനൂസിനെ എണീറ്റപ്പോൾ ഐനൂസിന് പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലുക്കുട്ടൻ കുഞ്ഞാവേരെ മേത്ത് കിടന്ന് ഉറങ്ങാണ് കേട്ടോ. അത് അച്ഛനാന്ന് വിചാരിച്ചിട്ടാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടും കിടക്കില്ല. അവന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മ അച്ഛൻ എന്നുള്ളൊരു സംഭവം കുറച്ച് കൂടുതലാണ് മൂപ്പർക്ക്. ഗ്ലാമർ താരം
ഫുഡ് കഴിക്കണം. അത് ഫുഡ് മമ്മ ഫുഡ് ഏതാ പാത്രം ഏതാന്ന് മനസ്സിലാവണില്ല ഒന്നാമത് അതറിയില്ല. ഇപ്പോൾ സമയം ഇതാ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിഖിൽ ചേട്ടൻ ഒരു കല്യാണം ഉണ്ട്, നാളെയാണ് കല്യാണം. അപ്പോൾ ഇന്ന് കല്യാണ തലേദിവസമാണ് ഒരു ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ നിഖിൽ ചേട്ടൻ പോകാൻ റെഡി ആയി നിൽക്കട്ടെ. അപ്പോൾ ഞാനൊരു കുട്ടി കുശുമിയും പറയുന്നു എന്നെയും കൊണ്ട് പോവായിരുന്നു. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഭാര്യമാരൊന്നും ക്ഷണിച്ചിട്ടില്ല, ഫ്രണ്ട്സിനെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്തായാലും എന്നെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ നിഖിൽ ചേട്ടൻ പോയതിന് ശേഷം ഇവന്മാർ രണ്ടുപേരും അമ്മ വന്നു. അപ്പോഴേക്കും ഉച്ചരിഞ്ഞപ്പോഴേക്കും അമ്മ വന്നു. ഞങ്ങൾ തുടരും മൂവി OTT വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും കൂടി വെച്ച് കാണാറുണ്ട്. ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട പടാട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പോൾ അത് വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരാണെങ്കിൽ വലിയ കുറുമ്പില്ലാണ്ട് വണ്ടിയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. സിനിമ കാണുന്നൊരു ഇത് തന്നെയാണ് ഞാനും. പിന്നെ വൈകുന്നേരം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചോറ് തിളപ്പിച്ച് ഊറ്റാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കാനുണ്ട്. നിഖിൽച്ചേട്ടൻ അപ്പോൾ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നിഖിൽച്ചേട്ടൻ വീട്ടിലുള്ളപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ. എനിക്ക് പിന്നെ പിള്ളേരുടെ കാര്യത്തിലായാലും എൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇവന്മാർ കുറുമ്പെടുത്തിട്ടോ അല്ലെങ്കിൽ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫുള്ള് ഞാൻ നിഖിൽ ചേട്ടൻ്റെ അടുത്താണ് തീർക്കുക, പറയുക. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിഖിൽ ചേട്ടൻ ഇല്ലാണ്ട് കുറച്ച് നേരം മാറി നിൽക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു ഫീലിംഗ് വരിക. അയ്യോ എനിക്ക് ഭയങ്കര അതേപോലെ കെയർ ചെയ്യും, പിള്ളേരെ നന്നായി നോക്കും. എന്താ പറയുക, നിങ്ങളെന്നെ ഒരുപാട് പേരിനോട് പറഞ്ഞിട്ടുണ്ട് ഹീസ് എ ഗുഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞിട്ട്. റിയലി നല്ലൊരു ഫാദറാണ്. പിന്നെന്താ, അപ്പോൾ ജിമ്മിന് പോയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനോട് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു കൊതി വന്നു. അപ്പോൾ നിഖിൽ ചേട്ടനാണെങ്കിൽ എന്തായാലും 1:30-2 മണിയാണെന്ന് പറഞ്ഞു രാത്രി. അവർ എല്ലാ ഫ്രണ്ട്സൊക്കെ കൂടുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്ടാ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരുമോ, എനിക്ക് കൊതിയാവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ വാങ്ങിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ പൈനാപ്പിളും പപ്പക്കായൊക്കെ ചെത്താണ്. ചേട്ടൻ ജിമ്മിൽ പോകണോണ്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കും കേട്ടോ. ഞാനപ്പോഴേക്കും ഏട്ടന് ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ ഗൈസ്, നമ്മുടെ അല്ലൂസ് ചേട്ടനൊരു സവാള എടുത്ത് എറിഞ്ഞത് നല്ല ഉന്നാട്ട. എവിടെ നിന്നിട്ടുണ്ടെങ്കിലും കറക്റ്റ് കൊള്ളും. അതായത് എങ്ങനെ എറിഞ്ഞാലും കൊള്ളും. വെറുതെ ബാക്കിൽ എറിഞ്ഞാൽ ആരെങ്കിലും തലേ കൊള്ളും. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ പേര് ഉള്ളതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് തട്ടി നടഞ്ഞിട്ട് എല്ലാവരും എത്തിക്കും കൊള്ളത്. ഞാൻ ചേട്ടൻ്റെ മുട്ട വയ്ക്കുകയായിരുന്നു. ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ ചേട്ടൻ ഒരു 4 മുട്ട കഴിക്കും. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞു. ഞാനും ഫുഡ് അടിച്ചു. അമ്മയും ഒരു പഴമൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അടുത്ത പടം കാണാൻ കേട്ടോ, നേട്രികൺ എന്ന് പറഞ്ഞിട്ട് നയൻതാരയുടെ പടമാണ്. അപ്പോൾ ഞാനിന്ന് ഹോളിൽ എടുക്കാമെന്ന് വിചാരിച്ചു. മുകളിൽ പോകണില്ല, ഹോളിൽ പായൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തെ സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. എല്ലാതും കിടന്ന് ഇപ്പോൾ ഉറങ്ങിയിട്ടുള്ളൂ. ഇവിടെ തന്നെ കിടന്ന് ഉറക്കി. അവന്മാർക്ക് തോളിൽ കിടന്ന് ഉറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞിട്ടില്ല. ഇത് വേറെ പടം, സോറി ഗൈസ്, നേട്രികൺ പടം കണ്ടു കഴിഞ്ഞിട്ട് 3ാമത്തെ പടമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ അമ്മയും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇരുന്നിട്ട് അടുപ്പിച്ച് പടം കാണുന്നത്, അല്ലെങ്കിൽ ഇത്ര സമയം ഇരിക്കുന്നത്. അല്ലെങ്കിൽ TV ഓഫ് ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം എന്താ മുകളിൽ വരാൻ പേടി, അല്ലെങ്കിൽ ഞാൻ മുകളിൽ വരതാ. ആ ഒരു നേട്രികൺ നയൻതാരയുടെ പടം കണ്ടപ്പോൾ എനിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, പക്ഷെ എനിക്ക് പേടി മുകളിൽ വരാനായിട്ട്. അതാണ് ഞാൻ ഹോളിൽ തന്നെ പായ വിരിച്ചത്. അപ്പോൾ അച്ഛനും തൊട്ടടുത്തുണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാം ഇറങ്ങിയെങ്കിൽ ഞാൻ മുകളിലേക്ക് കയറി വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ട് ഈ ഒരു സമയത്ത് നല്ല മഴയായിരുന്നു. ഇന്നത്തെ ദിവസം ഐസ്ക്രീം കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാണ് ചോക്ലേറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോൺടോപ്പ് ഐസ്ക്രീമാണ്. ഇതെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണ്. ഇത് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ജോ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം. ഇത് ഹോട്ട്സ്റ്റാറിൽ തന്നെ ഉള്ളതാണ്. മറ്റേ നിങ്ങൾക്ക് ഉരുകി പോണതടി ആ പാട്ട് ഇതിലത്തെ പടാട്ടോ. അടിപൊളി പാടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിഖിൽ ചേട്ടൻ വരാത്ത ദിവസമായാലും ഞാൻ ഉറങ്ങില്ല. ചേട്ടൻ വന്നിട്ടേ ഉറങ്ങുള്ളൂ. അത് ഇന്ന് വരെ ഞാൻ അങ്ങനെയായിട്ട് എന്തോ എനിക്ക് ഉറക്കം വരില്ല. ഒരു ടെൻഷനോ അടുത്തില്ലാത്തപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പോൾ അതിപ്പോൾ സമയം 2:45 താഴത്തെ കാറ് വന്നിട്ടുണ്ട്. അപ്പോൾ വരണ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആയിട്ട് ഉറക്കം വന്നിട്ട് പാടില്ല. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.